ഹായ്. അഡ്വക്കേറ്റ് BA ആളൂർ അന്തരിച്ചു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രിയരെ ആരെങ്കിലും മരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും. ഏത് ദുഷ്ടനായി കഴിഞ്ഞാലും അയാൾ ഈ ഭൂമികത്തിനില്ല എന്നുള്ളൊരു വേദന എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇദ്ദേഹം മരിച്ചപ്പോൾ നമ്മുടെ ചാനലുകളുടെ വീഡിയോസിന്റെ അടിയിൽ വരുന്ന കമന്റ് കണ്ടാൽ നമുക്ക് അതിശയം തോന്നും. ഇദ്ദേഹം ഇത്രമാത്രം വെറുക്കപ്പെട്ടിരുന്ന ഒരാളാണോ എന്നുള്ളത്. ഇദ്ദേഹം ഒരു ക്രിമിനൽ അഭിഭാഷകനാണ്. നമ്മുടെ സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിച്ച് വധശിക്ഷയെന്ന് അദ്ദേഹത്തെ ഗോവിന്ദചാമി രക്ഷപ്പെടുത്തിയ ഒരാളാണ്. അതുപോലെ ഇലന്തൂർ ഇരട്ടക്കൊലപാതകത്തിലും ഒക്കെ ഇദ്ദേഹമാണ് വാദിച്ചിട്ടുള്ളത്. വക്കീലന്മാർക്കിടയിൽ പോലും അദ്ദേഹത്തിനോട് എതിർപ്പുണ്ടായിരുന്നു. അഡ്വക്കേറ്റാണ്, അദ്ദേഹത്തിന്റെ ജോലിയാണ് ചെയ്യുന്നത് എങ്കിൽ കൂടി അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്നൊരു കാര്യം ആലോചിക്കണം. സൗമ്യ എന്ന പെൺകുട്ടി ട്രെയിനിൽ നിന്ന് ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ഗോവിന്ദചാമി എന്ന ഈ ഭിക്ഷാടന മാഫിയയിലെ ഒരു കന്യയെ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചത് ഇദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ ഈ ക്രിമിനൽസിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ്. കുറച്ച് കാശും അതുപോലെ തന്നെ ആളൊരു വക്കീലുണ്ടെങ്കിൽ ഏത് കുറ്റകൃത്യം ചെയ്യാന്നുള്ളത് ക്രിമിനൽസിന്റെ ഇടയിലൊരു ചിന്ത ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. കഴിഞ്ഞ ദിവസം മരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരുപാട് വ്യക്തികൾ, സൗമ്യയുടെ അമ്മയുടെ വാക്കുകൾ, ഒരുപാട് ശാപം ഇദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്ത് നേടി ഈ പണം കൊണ്ട്? ഇദ്ദേഹം കുറെ കാശുണ്ടാക്കി എന്നല്ലാതെ വളരെ ചെറിയ പ്രായത്തിലാണ് ഇദ്ദേഹം മരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ഒരു അഡ്വക്കേറ്റ് കുറച്ചു മുന്നേ തൂങ്ങി മരിച്ചിരുന്നു. അന്ന് ജനങ്ങൾ പറഞ്ഞു ഇയാള് തൂങ്ങി ഒടുങ്ങി, അടുത്തത് ഇദ്ദേഹമാണ്, ജനങ്ങളുടെ ശാപം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് വാദിച്ച് അവരെ കൊലക്കയറിയിൽ നിന്ന് മോചനം നേടുമ്പോൾ നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നു. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. എൻ്റെ മോളുടെ കേസിൻ്റെ സൗമ്യയുടെ കേസിന് വേണ്ടിയിട്ട് ആള് വാദിക്കാൻ വന്നു. ആള് വാദിച്ചു. കേസ് എല്ലാ രീതിയിലും പല വഴിയിൽ ഇതായിപ്പോയി. അന്ന് മുതൽ സുപ്രീം കോടതി നിന്ന് ഈ കേസ് ഇതായി അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഞാൻ ആളോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങളുടെ പരിപാടിയിൽ തന്നെ. നിങ്ങൾക്ക് ഇങ്ങനൊരു മകളുണ്ടെങ്കിൽ, ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാ വേദന നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ പലവട്ടം പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഗോവിന്ദചാമി എന്ന് പറഞ്ഞ ആ വ്യക്തി മരിക്കാനും ഈ ആളൂരാൻ വക്കീല് ഒരാളുടെ കേസ് വാദിക്കാതെ മരണം അയാളുടെയും ഞാൻ ആളോട് തന്നെ പറഞ്ഞിട്ടുള്ള വാക്കാണിത്. ആ വാക്ക് ഇപ്പം ഇന്ന് ഞങ്ങൾക്ക് എൻ്റെ ചെവിയിൽ കേട്ടപ്പം എനിക്ക് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. കാരണം എൻ്റെ പല കാര്യങ്ങളും ഓർത്തിട്ടുള്ള സങ്കടങ്ങൾ അതെനിക്ക് ഇപ്പം പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ പറയാണ്, ആളൂരാൻ ഇനിയൊരു ഇതുപോലെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കാര്യത്തിൽ ആളൂരാൻ വക്കീല്, പല ആൾക്കാരുടെ കാര്യത്തിലും ആളൂരാൻ വക്കീല് തല തിരിച്ചിട്ടല്ലാതെ കേസ് ബാധിച്ചിട്ടില്ല. അയാൾ കുറേ പണം ഉണ്ടാക്കി. ഇതെല്ലാം അയാളെ കൊണ്ടുപോയില്ലേ ഒന്നും. അയാൾ മരിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഒരാളുടെ മരണം കൂടി എനിക്ക് കേൾക്കണം. അതിന് ഞാൻ കാതോർത്തിരിക്കുകയാണ്. ഗോവിന്ദചാമിയുടെ മരണം അതും ഇതുപോലെ ഞാൻ എൻ്റെ ഈ ചാനലുകാർ പറഞ്ഞിട്ട് ഞാനത് അറിഞ്ഞിരിക്കും. ആ ഒരാൾക്കും ഇയാളെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവരുത്. ആ ശല്യം ഇതോടുകൂടെ ഇങ്ങോട്ട് ഒഴിഞ്ഞു പോയി. ആളൂരാൻ വക്കീലെന്ന് പറഞ്ഞ ഈ ആള് ഒഴിഞ്ഞു പോയാൽ ദൈവത്തോടടക്കം നന്ദി പറയണം ഞാൻ. ഹലോ, തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടി സ്വദേശിയാണ് അഡ്വക്കേറ്റ് ബെന്നി ആൻ്റണി ആളൂർ. നമ്മുടെ സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ, പൈസയാണ് എൻ്റെ പ്രധാനം, അതെങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല. ഗോവിന്ദചാമിയുടെ കേസ് വാദിച്ചപ്പോൾ പൈസ എവിടെ നിന്ന് വരുന്നു, ആര് തരുന്നു എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല, എനിക്ക് പൈസ കിട്ടിയാൽ മതി. പണത്തിന് വേണ്ടി എന്ത് കേസും വാദിക്കാൻ ഇദ്ദേഹം തയ്യാറാണ്. സ്മിതയുടെ
സൗമ്യയുടെ അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാതെ വേദന തോന്നും. ഒരമ്മയാണ് അവർ. ഒരു മകളെ വളർത്തി വലുതാക്കി അതിൻ്റെ ഒരേ ദിവസം അതിൻ്റെ വളർച്ച അതിൻ്റെ ഭാവി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരമ്മയുടെ അടുത്തേക്ക് എത്തുന്നത് മകളുടെ ചലനമറ്റ ശരീരം. അതായത് ക്രൂരമായിട്ട് ഒരു നീചനാൽ ബലാത്സംഗം ചെയ്യപ്പെട്ട് വീട്ടിലെത്തുമ്പോൾ അതിനു വേണ്ടി വാദിക്കാൻ ഇയാളുടെ മനസാക്ഷി അല്ലെങ്കിൽ മനസ്സ് വളരെ നമ്മൾ അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. ഇപ്പം അമീർ ഇസ്ലാമിനോട് ചോദിച്ചാൽ 1 രൂപ എടുക്കാൻ നിവൃത്തിയില്ലാത്ത അമീർ ഇസ്ലാമിനോട് ചോദിച്ചേക്കണതാണ് 14 ലക്ഷം രൂപ കൊടുക്കാനാണ്. അതൊരു ന്യൂസുകാർ വന്ന് എന്നോട് പറഞ്ഞ ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അമീർ ഇസ്ലാമിനോട് ആളൂരാൻ ചോദിച്ചേക്കാണ് 14 ലക്ഷം രൂപ എൻ്റെ മോളെ കൊന്നവനെ രക്ഷിക്കാൻ വേണ്ടി ഈ ആളൂരൻ ചോദിച്ചതാണ്. അപ്പം അയാൾ ചാവണം. എനിക്ക് ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു അയാൾ ചത്തു എന്ന് അറിഞ്ഞപ്പോൾ.